നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ നാഗ്പൂരിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. നാഗ്പൂരെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒത്ത സെൻട്രിൽ കാണുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഈ റോഡിൻ്റെ തൊട്ട് താഴെ മറ്റൊരു റോഡ് കൂടെ ഉണ്ട്. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന താഴെ ഒരു റോഡുണ്ട്, അതിൻ്റെ മേളിൽ കാണുന്നത് മെട്രോയാണ്. അങ്ങനെ 3 തട്ടുകളിലായിട്ടാണ് ഇവിടുത്തെ റോഡ്. ഈ റോഡുകളൊക്കെ വളരെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഒരു ഓറഞ്ച്, ഇവിടുത്തെ മെയിൻ കൃഷി ഓറഞ്ച് ആയതുകൊണ്ട് ഇവിടെ മൊത്തത്തിലൊരു ഓറഞ്ച് തീമാണ്. അപ്പം നല്ല നല്ല റോഡുകളും ഒക്കെ ഇങ്ങനെ കണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ നല്ല അച്ചപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന നല്ല അച്ചപ്പമൊക്കെ കഴിച്ച്, അതുപോലെ നമ്മൾ ഇവിടുത്തെ കൃഷി എന്ന് പറയാൻ ഓറഞ്ചാണ്. ഓറഞ്ച് തോട്ടത്തിലൊക്കെ പോകാൻ അവിടെ നമുക്ക് പറിച്ച് കഴിക്കാനൊക്കെ പറ്റും. വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇവിടെ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു കൃഷിയാണ് ഈ പരുത്തി. ഇത് കിലോമീറ്ററുകൾ ഇങ്ങനെ പരുത്തി പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ വളരെ മനോഹരമാണ് കടുക് പൂത്ത് നിൽക്കുന്നത്. വളരെ കാഴ്ച കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് കടുക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് റോഡിൻ്റെ സൈഡിൽ ഒരു തണലത്തിരുന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറും ഒക്കെ കൂട്ടി ബ്രെഡ് മേടിച്ച് ബ്രെഡും ഒക്കെ ഇങ്ങനെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര ഇങ്ങനെ ആരംഭിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ ഇത് പുതുതായിട്ട് തുറന്നു കൊടുത്ത റോഡാണ്. പണ്ട് ഏതാണ്ട് 24 മണിക്കൂർ വേണമായിരുന്നു നമുക്ക് ഇത്രയും ദൂരം കവർ ചെയ്യാൻ. എന്നാൽ ഇപ്പോൾ അത് പകുതിയായി, 12-14 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ റോഡിൽ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കാറിനാണെങ്കിൽ 120 കിലോമീറ്റർ സ്പീഡ് മിനിമം നമ്മൾ സ്പീഡ് കീപ്പ് ചെയ്യണം. അതിൽ താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ താഴത്തെ റോഡ് എടുത്ത് മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ 120 മുകളിൽ മാത്രമാണ് യാത്ര ചെയ്തത്. അപ്പോൾ നമ്മൾ ആ കിലോമീറ്ററുകൾക്ക് ആ സ്പീഡിന് താഴെ പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ താഴത്തെ പാരലലായിട്ടുള്ള റോഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കിലോമീറ്റർ നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നല്ലൊരു മ്യൂസിക് കിട്ടിക്കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് എടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ നല്ലൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് ഈ സ്റ്റെപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, ഇത് നമ്മൾ പറഞ്ഞ റോഡല്ല, ഇത് വേറെ റോഡാണ്. അപ്പോൾ വളരെ ആസ്വദിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക നമ്മൾ അടുത്തൊരു കോട്ട, ആ കോട്ടയിലോട്ടുള്ള വഴി അവിടെ ഒരു ചായക്കടയിൽ കയറി അവിടെ ചേച്ചിയോട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് ചേച്ചിക്ക് മനസ്സിലായില്ല, ചേച്ചി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ റോഡിനെ പറ്റിയാണ് ചോദിച്ചത്, ചേച്ചി അവിടുത്തെ കിളികളെ പറ്റി എന്തുവാണ് എന്നോട് പറഞ്ഞു തന്നത്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടും മനസ്സിലാകാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ ആ കോട്ടയിലേക്ക് എത്തി. ആ കോട്ട ഞങ്ങൾ ചെന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അത് അടച്ചിട്ടേക്കുമായിരുന്നു കുറച്ച് ദിവസത്തേക്കിന്. അപ്പോൾ ഞങ്ങൾക്ക് കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും കോട്ടയത്ത് പുറയിൽ കൂടെ ഒക്കെ നടന്ന് അവിടുത്തെ വീഡിയോസൊക്കെ പകർത്തി ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു വഴിയിലൊരു അപ്പൂപ്പൻ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട്, രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ആടുകളെ മേയ്ക്കുന്നത് കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാജസ്ഥാനിൽ നിന്ന് ഹരിയാന ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ബൈ.